അണ്ണാ സർവകലാശാല പീഡനക്കേസിൽ പോലീസിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി. എഫ്ഐആറിൽ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്തത് പോലീസിന്റെ പിഴവാണെന്ന് കോടതി വിമർശിച്ചു. 10 വർഷമായി പ്രതി ക്യാമ്പസിൽ വിലസി നടക്കുന്നത് തടയാൻ അധികൃതർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നും കോടതി ചോദിച്ചു. അണ്ണാ സർവകലാശാല പീഡനക്കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള കേസ് പരിഗണിക്കവെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എഫ്ഐആറിലൂടെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നത് പോലീസിനൊരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. പെൺകുട്ടി അനുഭവിക്കുന്ന മനോവിഷമത്തിന് സർക്കാർ ഉത്തരവാദിയാണ്. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. എങ്കിൽ കമ്മീഷണർ വാർത്താസമ്മേളനം നടത്തിയത് എന്തടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു. ക്യാമ്പസിൽ 56 CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. പ്രതി ജ്ഞാനശേഖരൻ കഴിഞ്ഞ 10 വർഷമായി ക്യാമ്പസിനുള്ളിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ലെന്നും കോടതി പറഞ്ഞു. പെൺകുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. പുരുഷ സുഹൃത്തിനൊപ്പം സമയം ചിലവിടുന്നത് പെൺകുട്ടിയുടെ അവകാശമാണെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ നാളെയും വാദം തുടരും. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.